നമസ്കാരം. വേനൽ അവധിക്കാലം കഴിഞ്ഞ് യുഎയിലെ സ്കൂളുകൾ വീണ്ടും തുറക്കുമ്പോൾ പ്രവാസി കുടുംബങ്ങൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഇത് വെറുമൊരു സാധാരണ യാത്രാ പ്രശ്നമല്ല, മറിച്ച് ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്കുകൾ കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസം തന്നെ അപകടത്തിലാകുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. ഒരു വശത്ത് വിമാന കമ്പനികളുടെ അമിത നിരക്ക്, മറുവശത്ത് യുഎഇ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പുതിയ ഹാജർ നിയമങ്ങൾ. വേനലവധിക്ക് നാട്ടിൽ പോയവർക്ക് ഇപ്പോൾ യുഎഇയിലേക്ക് മടങ്ങിയെത്താൻ കഴിയാതെ വരുന്നു. സ്കൂളുകൾ തുറന്നെങ്കിലും ടിക്കറ്റിന് വലിയ വിലയാണ് നൽകേണ്ടി വരുന്നത്. ഇത്തവണത്തെ സാഹചര്യം കൂടുതൽ ഗുരുതരമാണ്. അവധിക്ക് വൈകിയെത്തിയാൽ അത് കുട്ടികളുടെ അധ്യയന വർഷം തന്നെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ യുഎഇയിലെ പ്രവാസി കുടുംബങ്ങൾ നിരവധി ആശങ്കകളാണ് ഉയർത്തുന്നത്. ഒരു വശത്ത് കുതിച്ചുയർന്ന വിമാന ടിക്കറ്റ് നിരക്കുകളും മറുവശത്ത് പുതിയ ഹാജർ നിയമങ്ങളും. ഈ രണ്ട് കാര്യങ്ങളുമാണ് പ്രധാനമായും യുഎഇയിലെ പ്രവാസി കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുന്നത്. വേനലവധിക്ക് നാട്ടിലെത്തിയ പ്രവാസികൾക്ക് യുഎഇയിലേക്ക് മടങ്ങിയെത്താൻ വലിയ സാമ്പത്തിക ബാധ്യതയാണ് വിമാന കമ്പനികൾ ഉണ്ടാക്കുന്നത്. സാധാരണ നിലയിലുള്ള ടിക്കറ്റ് നിരക്കിന്റെ പല മടങ്ങാണ് അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന സമയത്ത് ഈടാക്കുന്നത്. ഇത് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇതുകൊണ്ടാണ് പല വിദ്യാർത്ഥികൾക്കും സമയത്ത് സ്കൂളിലെത്താൻ കഴിയാതെ വരുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം മടക്കയാത്ര വൈകിപ്പിക്കുന്നവരുമുണ്ട്. യുഎഇ വിദ്യാഭ്യാസ മന്ത്രാലയം പ്രഖ്യാപിച്ച പുതിയ ഹാജർ നിയമങ്ങൾ ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു. ഒരു അധ്യയന വർഷത്തിൽ കൃത്യമായ കാരണമില്ലാതെ 15 ദിവസത്തിൽ കൂടുതൽ അവധി എടുക്കാൻ സാധിക്കില്ല. ഒരു ടൈമിൽ ഇത് 5 ദിവസമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരിധി ലംഘിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ അധ്യയന വർഷം ആവർത്തിക്കേണ്ടി വന്നേക്കാം. വെള്ളിയാഴ്ചകളിലോ അവധി ദിവസങ്ങളോട് അനുബന്ധിച്ചോ എടുക്കുന്ന അവധികൾക്ക് ഇരട്ടി ദിവസമായി കണക്കാക്കും. ഇവിടെയാണ് പ്രശ്നം രൂക്ഷമാകുന്നത്. അമിതമായ ടിക്കറ്റ് നിരക്ക് കാരണം മടക്കം വൈകിയാൽ അത് പുതിയ ഹാജർ നിയമങ്ങളുടെ ലംഘനമാകും. കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്നതിനും വർഷം നഷ്ടപ്പെടുത്തുന്നതിനും ഇത് കാരണമായേക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് വിമാന കമ്പനികളുമായി ചർച്ച നടത്തി ടിക്കറ്റ് നിരക്ക് നിയന്ത്രിക്കാൻ നടപടിയെടുക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവാസികൾക്ക് താങ്ങാവുന്ന നിരക്കിൽ യാത്ര ചെയ്യാൻ സംവിധാനം ഒരുങ്ങണം. തിരക്കുള്ള സമയങ്ങളിൽ കൂടുതൽ ചാർട്ടേഡ് വിമാന സർവീസുകൾ ഏർപ്പെടുത്താൻ സർക്കാരുകൾ മുൻകൈയെടുക്കണം. ടിക്കറ്റ് നിരക്ക് വർധന പോലുള്ള അസാധാരണ സാഹചര്യങ്ങളിൽ പ്രവാസി വിദ്യാർത്ഥികൾക്ക് പുതിയ ഹാജർ നിയമങ്ങളിൽ ഇളവുകൾ നൽകാൻ യുഎഇ വിദ്യാഭ്യാസ മന്ത്രാലയം പരിഗണിക്കണം. രക്ഷിതാക്കളുടെ അപേക്ഷ പരിഗണിച്ച് ഇളവുകൾ നൽകാനുള്ള വ്യവസ്ഥകൾ ഉണ്ടാകണം. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പഠിച്ച് ദീർഘകാല അടിസ്ഥാനത്തിൽ പരിഹാരങ്ങൾ കണ്ടെത്താൻ ഒരു പ്രത്യേക സമിതിയെ നിയോഗിക്കുന്നത് നന്നായിരിക്കും. പ്രവാസികളുടെ ജീവിതം എപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ സർക്കാരുകളുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ അനിവാര്യമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ സഹായങ്ങൾ നൽകാൻ അധികാരികൾ തയ്യാറാകണം. യുഎഇയിലെ വിദ്യാഭ്യാസ മന്ത്രാലയം ഈ വിഷയത്തിൽ പ്രവാസി കുടുംബങ്ങളോട് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സർക്കാരുകളുടെ ഭാഗത്തു നിന്നും വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നും സമയബന്ധിതമായി ഉണ്ടാകുന്ന ക്രിയാത്മകമായ ഇടപെടലുകൾ മാത്രമേ ഈ പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ. പ്രവാസികളുടെ ഈ ആശങ്കകൾക്ക് അതിവേഗം ഒരു പരിഹാരം ഉണ്ടാകട്ടെ.